റിപ്പോർട്ടുകൾ പ്രകാരം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അഭിഭാഷകയായ ആർ വരലക്ഷ്മിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് എം സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ ജസ്റ്റിസ് വി ലക്ഷ്മി നാരായൺ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ചാണ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കേസിൽ വിശദീകരണം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വിവരം ലഭ്യമാകുന്നതും. പിടിയിലായ പ്രതി ജ്ഞാനേശ്വരൻ DMK നേതാക്കളുമായുള്ള ഒരു ബന്ധം BJP പുറത്തു കൊണ്ടുവന്നിരുന്നു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും അതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ അഭിഭാഷക കേസിൽ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിക്ക് കത്ത് നൽകിയതും. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും വാദങ്ങൾ കേൾക്കാതെ തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് കോടതി സർക്കാരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ പോലീസും സർക്കാരും ഒളിച്ചു കളിക്കുകയാണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ ആരോപിച്ചിരുന്നു. പോലീസിൽ പരാതി ലഭിച്ച ശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ പീഡന വിവരം അറിയിച്ചതെന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്നാൽ യൂണിവേഴ്സിറ്റിയിലെ കമ്മിറ്റിയാണ് പരാതി നൽകിയതെന്നാണ് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ വാദം വന്നതും. പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നായിരുന്നു BJP ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതും. അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നതും. സർവകലാശാലയ്ക്ക് സമീപം വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന കോട്ടൂർ സ്വദേശിയായ ജ്ഞാനശേഖരൻ എന്ന 37-കാരനാണ് പിടിയിലായതെന്നും ചെന്നൈ പോലീസ് നൽകിയ വിവരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പിടികൂടിയ പ്രതി കുറ്റം സമ്മതിച്ചെന്നും കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവം നടക്കുന്നത്, അതായത് ഈ പറയുന്ന പീഡന വിവരം പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ ലാബിന് സമീപത്ത് വെച്ചാണ് നടക്കുന്നത് സംഭവം. 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ കന്യാകുമാരി സ്വദേശിയാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടി. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തായ 4ാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം അവർ പരസ്പരം നിൽക്കുന്ന സമയത്താണ് അപരിചിതനായി ഈ ഒരാൾ കടന്നു വരികയും ഇവരുടെ അടുത്തെത്തി പ്രകോപനമില്ലാതെ തന്നെ ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. ഇതോടെ പെൺകുട്ടിയെ തനിച്ചാക്കിക്കൊണ്ട് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അക്രമി കുട്ടിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയാണ് എന്നാണ് പരാതിയിൽ പറയുന്നതും. അതേപോലെ തന്നെ ഈ പെൺകുട്ടി കരഞ്ഞപേക്ഷിച്ചിട്ട് പോലും അക്രമി പിന്മാറാൻ തയ്യാറായില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പീഡന വിവരം കോളേജിൽ അറിയിച്ച പെൺകുട്ടി കോട്ടൂർപുരം പോലീസിൽ തന്നെ പരാതി പിന്നീട് നൽകുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയുടെ 63, 64, 75 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരുന്നതും. പെൺകുട്ടിയുടെ സുഹൃത്ത്, ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയ 20-ലേറെ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. DMK സർക്കാരിന് കീഴിൽ ക്രമസമാധാന നില തകർത്തതിന്റെ തെളിവാണ് സംഭവമെന്നും അണ്ണാ DMKയും BJPയും ആരോപിച്ചിരുന്നു. ക്യാമ്പസിൽ SFI അടക്കം വിദ്യാർത്ഥി സംഘടനകൾ ഇതേ തുടർന്ന് വലിയ പ്രതിഷേധ മാർച്ചുകളായിരുന്നു നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.